പത്മജ ഓൾറെഡി ബി.ജെ.പിയിലേക്ക് വന്നു. ഇനി മുരളീധരൻ വരാനുള്ള സാധ്യതയുണ്ടോ? എന്താണ്? പത്മജൻ പറഞ്ഞല്ലോ, അവർ മോദിജിയുടെ വികസന കാഴ്ചപ്പാടും അതേപോലെ തന്നെ ആ വ്യക്തിത്വവും ആണ് എന്നെ ഇതിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ കോൺഗ്രസ്സിലില്ലാത്ത ഒരു സേഫ്, കോൺഗ്രസ്സിലില്ലാത്ത ഒരു കാഴ്ചപ്പാട് ഭാരതീയ ജനതാ പാർട്ടിയിൽ ഉള്ളത് കൊണ്ടാണ് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൂടുതൽ വരുന്നത്. അത് നാളെ മേ ബി സംഭവിക്കാം. ചെറുപ്പകാലം മുതലേ മുരളിയെ കണ്ടു വളർന്ന ഒരാളെന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് മുരളി വരാനുള്ള സാധ്യതയെക്കുറിച്ച് എങ്ങനെയാണ്? അത് അദ്ദേഹത്തിൻ്റെ മനസ്സ് വായിക്കാൻ നമുക്ക് കഴിയില്ല. അതൊരു വ്യക്തിയല്ലേ, അദ്ദേഹത്തിൻ്റെതായ തീരുമാനം. പക്ഷെ അദ്ദേഹം ഒരു ഉറച്ച രാഷ്ട്രീയത്തിൽ നിന്നിട്ടുള്ള ആളല്ല. കോൺഗ്രസ് വിട്ട് മറ്റേ DIC ഉണ്ടാക്കി DICയിലേക്ക് പോയി, അവിടുന്ന് NCPയിലേക്ക് പോയി, NCPയിൽ നിന്ന് വീണ്ടും കുറേ കാലം എങ്ങുമല്ലാത്ത നിലത്ത് നിന്ന് പിന്നെ മറ്റേ കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് കാത്തിരുന്നു. പിന്നെ അദ്ദേഹം കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഈ സ്ഥലത്തേക്ക് പോയ ആളുകൾക്ക് വേറെ എവിടെയും പോവാം, അതുകൊണ്ട് വിരോധമൊന്നുമില്ല. ലീഡർ കോൺഗ്രസ് വിട്ട് പോകുന്നല്ലോ, ലീഡർ കോൺഗ്രസ് വിട്ട് പോകുന്നു എന്ന് പറഞ്ഞില്ല. അത്രയും അവഗണന കരുണാകരനോട് ആ പാർട്ടി കാണിച്ചല്ലോ. ഇവരെല്ലാവരും കൂടെ നിന്നിരുന്ന എല്ലാവരും, ലീഡർ വളർത്തിക്കൊണ്ടുവന്ന എല്ലാവരും കരുണാകരനെ കുറിച്ച് തള്ളി പറഞ്ഞല്ലോ. കരുണാകരൻ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയത് CPM-ഓ BJP-യോ അല്ല, കോൺഗ്രസ് ആണ്. ഉമ്മൻചാണ്ടി അതിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. കോൺഗ്രസ് വിട്ടു പോരുന്നതിന് വേണ്ടി ഉമ്മൻചാണ്ടി വളരെയധികം പങ്കുവച്ചിട്ടുണ്ട്. കോൺഗ്രസ് വിട്ടുപോയി AK ആന്റണിയെ തിരിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുവന്ന് കരുണാകരനാണെങ്കിൽ കരുണാകരൻ കോൺഗ്രസ് വിട്ടു പോകുമ്പോൾ ഒരാരും തടഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൻ്റെ ആ മൂല്യച്യുതി നമ്മൾ മനസ്സിലാക്കണം. കോൺഗ്രസ് ഇവിടെ കഴിയുന്നതോടുകൂടി അതായത് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ കഴിയുന്നതോടുകൂടി വലിയൊരു രാഷ്ട്രീയ മാറ്റം ദേശീയ തലത്തിൽ നിന്ന് മാത്രമല്ല പ്രത്യേകിച്ച് കേരളത്തിലുണ്ടാവും. അപ്പം ഈ രണ്ട് മുന്നണികളാണ്, UDF LDF എന്നുള്ള രണ്ട് മുന്നണിയാണ് ഒരു കാലത്ത് പ്രസക്തി ഉണ്ടായിരുന്നത്. അത് മാറിയിട്ട് ഇവിടെ ഇന്ത്യയും മുന്നണിയും NDA തമ്മിലുള്ള ഒരു മത്സരം. അപ്പോൾ ഇവർക്ക് നാളെ ഒരുമിച്ച് നിൽക്കേണ്ടി വരും NDAനെ തോൽപ്പിക്കാൻ വേണ്ടി. ഇപ്പോൾ പറഞ്ഞല്ലോ, മുരളി പറഞ്ഞത് ഞാൻ വന്നത് എനിക്ക് ജയിക്കാനല്ല, സുരേഷ് ഗോപിയെ തോൽപ്പിക്കാനാണ്. അതായത് BJPയെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ജയിക്കാനല്ല ഞാൻ വരുന്നത്, മറ്റുള്ള തോൽപ്പിക്കാനെന്ന് പറയുമ്പോൾ എനിക്ക് കഴിവില്ല എന്ന് സ്വയം സമ്മതിക്കില്ലേ ചെയ്യണം. ഞാൻ രാഷ്ട്രീയമായി എനിക്ക് ആ പ്രസ്ഥാനത്തെ എന്നെ ജയിപ്പിച്ചു കൊണ്ടുവരാൻ ഒരു അതിജീവനത്തിൻ്റെ ഇത് കൊടുക്കാൻ എനിക്ക് കഴിയില്ല എന്നുള്ള കാര്യം മുരളീധരനും എന്നെ ബോധ്യപ്പെട്ടല്ലോ. അതാണല്ലോ അദ്ദേഹം അങ്ങനെ പറഞ്ഞു, ഞാൻ വന്നത് BJPയെ തോൽപ്പിക്കാനേ BJP അക്കൗണ്ട് തുറക്കാൻ സമ്മതിക്കില്ല എന്നാണ്. അപ്പോൾ അത്രയും ആ പ്രസ്ഥാനം തരം താഴ്ന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പാർട്ടിയിലേക്ക് ആര് വന്നാലും, ദേശീയ പ്രസ്ഥാനമായ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആര് വന്നാലും അതൊക്കെ ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയമാണ്, അത് മുതൽക്കൂട്ടാണ്. അത് പത്മജി ആയാലും ആരായാലും. കോൺഗ്രസിൽ കരുണാകരനൊപ്പം ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് ഇപ്പോൾ ഈ പത്മജ വന്ന സമയത്ത് എതിർ പാർട്ടികൾ അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ പലരും വളരെ മോശമായിട്ട് കരുണാകരൻ്റെ ഭാര്യയെ വരെ അധിക്ഷേപിക്കുന്ന രീതിയിൽ സംസാരിച്ചു. അതിനെക്കുറിച്ച് എന്താണ്? അത് അവരുടെ സംസ്കാര ശൂന്യത എന്ന് പറയും. എനിക്ക് എൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കാൻ ഉള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. ഞാനും പാർട്ടി വിട്ടു വന്നപ്പോൾ വളരെയധികം വിമർശനങ്ങളുണ്ടായിരുന്നു, ഫേസ്ബുക്കുകളിലും അതേ പോസ്റ്റുകളിലൊക്കെ ആയിട്ട്. എൻ്റെ കൂടെ നടന്നവർ എന്നെ അറിയില്ല എന്ന് പറഞ്ഞു, അതിനേക്കാളപ്പുറത്ത് വേറെ ഒന്നുമില്ല. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് അത് ഒരു രാഷ്ട്രീയ മാറിപ്പോകുമ്പോൾ അത്ര പ്രാധാന്യമില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ വ്യക്തിപരമായി വിമർശിക്കുന്നത്? കല്യാണിക്കുട്ടിയമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിക്കാത്ത, അല്ലെങ്കിൽ ആ വീടുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം. വിശന്ന് ചെല്ലാലും അവിടെ ചെന്ന് ആഹാരം കഴിക്കാണ്ട് ഒരു പുറത്തേക്ക് വിടില്ല. ഞങ്ങളൊക്കെ ഒരു കാലത്ത് വിശപ്പ് മാറി ഭക്ഷണം കഴിച്ചത് കല്യാണിക്കുട്ടിയമ്മയുള്ള കാലത്താണ്.